ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരും സത്യഭാമയും വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന രാഘവൻ നായരുടെ ഉറച്ച തീരുമാനത്തെ എതിർക്കുമ്പോൾ അത് എങ്ങനെയും ഒഴിവാക്കണമെന്ന് സത്യാമ്മ ആഗ്രഹിക്കുമ്പോൾ സത്യാമ്മയോട് രാഘവൻ നായർ തറപ്പിച്ച് പറഞ്ഞു, എന്തായാലും ഈ വിവാഹ വാർഷികം അത് നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. ഇനി അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാഘവൻ നായർ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സത്യാമ്മ ആലോചിച്ചു, ദൈവമേ, ഇനി എന്തൊക്കെ പ്രശ്നമാണോ ഇതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടികൾ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ശിവന്റെ കൂടെ തിരിച്ചെത്തിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും കുട്ടികൾ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞ് കുട്ടികളോട് വേഗം പോയിക്കോളാനായിട്ട് പറയുമ്പോഴാണ് ശിവൻ സന്തോഷത്തോടെ മക്കളുമായി അകത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർ മുറിയിലേക്ക് കയറി പോകുന്നതിനിടയിൽ കുട്ടികൾ വരുന്ന ശബ്ദം കേട്ടത്. അച്ഛന്റെ മക്കൾ എത്തിയോ എന്ന് ചോദിച്ച് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന രാഘവൻ നായര് മക്കളെ കണ്ട സന്തോഷത്തിലങ്ങ് നിൽക്കുമ്പോൾ സത്യാമ്മ അരികിലേക്ക് എത്തി. കുട്ടികൾ സത്യാമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ശിവൻ അവിടെ വാതിക്കൽ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ഇത് കണ്ടുകൊണ്ട് രാഘവൻ നായർ സത്യാമ്മയോട് പറഞ്ഞു, അതേ ഭാമേ, നമുക്കൊരു കാര്യം ചെയ്താലോ, കുട്ടികളെ കൊണ്ട് ഓരോ ഹാരം കൊടുപ്പിച്ചാലോ. അത് കേട്ടതും കുട്ടികൾക്കാകെ സംശയമായി. എന്തിനാ അച്ഛച്ച നമ്മൾ ഹാരം കൊടുക്കുന്നത്, ഈ ഹാരം എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, മക്കളെ, അത് മാലയില്ലേ, പൂമാല, അതാ അച്ഛൻ പറഞ്ഞത്. അത് ഞങ്ങൾ ആർക്കാ കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോ അത് പിന്നെ ഉണ്ടല്ലോ മക്കളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പറയാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ ഇടയിൽ കയറി, അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം, നിങ്ങൾ രണ്ടുപേരും വേഗം പോയി പൊന്നിയാന്റിയോട് ഭക്ഷണം എടുത്തു തരാൻ പറ എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു വെച്ചു. കുട്ടികൾ നേരെ പൊന്നിയുടെ അടുത്തേക്ക് എന്നതും എന്താ പൊന്നിയാന്റി ഇന്ന് സ്പെഷ്യൽ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഉണ്ട്, മക്കൾ വന്നേ എന്ന് പറഞ്ഞ് മക്കളെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് ശിവനാകെ സംശയപ്പെട്ടവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും രാഘവൻ നായർ ശിവനെ അരികിലേക്ക് വിളിപ്പിച്ചു. നീ എന്താടാ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞ് അരികിലേക്ക് വിളിപ്പിച്ചതോടെ സത്യാമ്മയും രാഘവൻ നായരും ശിവനോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാതെ ടെൻഷൻ അടിച്ച് ശിവൻ അടുത്തേക്ക് വന്നപ്പോ രാഘവൻ നായർ പറഞ്ഞു, എടാ, കുട്ടികള് പറഞ്ഞത് കേട്ടില്ലടാ, ഒരു വിശേഷം വരാൻ പോവാ. അപ്പോഴേക്കും ശിവൻ ചോദിച്ചു, അല്ല, എന്ത് വിശേഷമാ, എന്താ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ കുട്ടികളെ കൊണ്ട് ഹാരം കുടിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. അതെന്തിനാ എന്ന് ശിവൻ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതൊക്കെ ഉണ്ടടാ, തൽക്കാലം ഇക്കാര്യം നീയും ശാലിനിയും ഒന്നും അറിയേണ്ടതില്ല. ഇതേ ഞാൻ നടത്തുന്ന ഒരു കാര്യ, ഞങ്ങള് അത് വേണ്ട രീതിയിൽ ചെയ്തോളാം. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യിച്ചോളാം. നീ തൽക്കാലം അതൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ശിവൻ പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും പണി വരികയാണോ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ശിവൻ നിൽക്കുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, എടാ, നീ തല ആലോചിച്ച് വട്ടം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ സമാധാനത്തോടെ പൊയ്ക്കോ, വേറെ പ്രശ്നമൊന്നും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞപ്പോ ശിവനാകെ സംശയത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് സത്യഭാമയെ നോക്കി രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, അവന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും തൽക്കാലം അവനോട് കാര്യങ്ങളൊന്നും പറയണ്ട, അവനെ ഇതിനകത്ത് ഒഴിവാക്കി നിർത്തിയാൽ മതി. എന്തായാലും കയ്യോടെ ഈ വിവരം ശാരദാമ്മയെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ് രാഘവൻ നായർ ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ സത്യഭാമയോട് പറഞ്ഞു. ഭാമ ചോദിച്ചു, അതിനിപ്പോ ഇപ്പൊ തന്നെ ഇക്കാര്യം വിളിച്ച് പറയണോ രാഘവേട്ട, പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് രാഘവൻ നായർ നിർബന്ധപൂർവ്വം ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാരദാമ്മ സിറ്റൗട്ടിൽ ഇരുന്ന് തുണി തുന്നിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടേക്ക് ഫോൺ കോൾ വന്നത്. സത്യാമ്മ ശാരദാമ്മയുടെ ഫോണിലേക്ക് കോൾ വന്നതും ശാരദാമ്മ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ രാഘവൻ നായർ പറഞ്ഞു, അതെ ശാരദാമ്മേ, ഞാനാ രാഘവൻ നായർ എന്ന് പറഞ്ഞപ്പോ പറയൂ രാഘവേട്ട എന്ന് ശാരദാമ്മ അന്വേഷിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ശാരദാമ്മയെ, ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനാ. ഈ മാസം നമ്മുടെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വെഡിങ് ആനിവേഴ്സറി, അതെ, വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനാ തീരുമാനം. അതിന് വിളിക്കുന്ന ആളുകൾക്കുള്ള സദ്യ ഒരുക്കേണ്ടത് ശാരദാമ്മയാ കേട്ടോ. അത് മുന്നേ ഞാൻ പറയുക, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോ ഇനി അധിക ദിവസമില്ല എന്ന് രാഘവൻ നായർ അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അയ്യോ രാഘവേട്ട, ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എങ്ങനെയാ ശരിയാവുക. കാരണം ശാലിനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് ഈ സമയത്ത് ലീവ് കിട്ടത്തുമില്ലല്ലോ. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് അവളെ നിർബന്ധിച്ച് നമുക്ക് ലീവ് എടുപ്പിക്കാൻ പറ്റുമോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമുണ്ടോ രാഘവേട്ട എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശാരദാമ്മ ഭാമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് ശാരദാമ്മയുടെ ഫോൺ കോള് ഭാമയെ ഏൽപ്പിക്കുകയാണ് രാഘവൻ നായർ. സത്യാമ്മ പെട്ടെന്ന് തന്നെ ഫോണുമായിട്ട് വേഗം സിറ്റ് ഔട്ടിലേക്ക് പോകുന്നു. ശാരദാമ്മയോട് ഭാമ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും, അതെ, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്.
ഭാമേ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വെച്ചതും സത്യാമ്മ വിഷമത്തോടെ രാഘവൻ നായരുടെ ആ സംസാരമൊക്കെ കേട്ട് ശാരദാമ്മയോട് പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ പ്രശ്നമൊക്കെ ശാരദാമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇത് എന്നാലാകുന്ന വിധത്തിലൊക്കെ ഞാനത് ഒഴിവാക്കാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, രാഘവേട്ടന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതെന്ന് ശാലിനിയോട് പറഞ്ഞാൽ ഒരുപക്ഷെ ശാലിനി ആ വീട് വിട്ടിറങ്ങിയേക്കും, അല്ലെങ്കിൽ ശിവനെ എന്നേക്കുമായി അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തേക്കും. അങ്ങനെ എന്തെങ്കിലും ഒന്നാണ് അവിടെ സംഭവിക്കുക. സത്യാമ്മയ്ക്ക് അറിയാവല്ലോ, ശാലിനിക്ക് ഒരിക്കലും വിഷ്ണുവിന്റെ സ്ഥാനത്ത് ശിവനെ കാണാൻ കഴിയില്ല. അത് ഇനി രാഘവേട്ടന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും നമുക്ക് പറയാനും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ആകെ വിഷമത്തോടെ പറയുന്നത് കേട്ട് ഭാമ ചോദിച്ചു, നമ്മൾ പിന്നെ എന്താ ശാരദാമ്മ ഒരു പോംവഴി കണ്ടെത്തുക, എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചപ്പോ, എങ്ങനെയും ഈ ഒരു ചടങ്ങ് മുടക്കിയേ തീരൂ. അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് സത്യാമ്മയെന്ന് ആലോചിക്ക്, ഞാനും എന്നാലാകുന്ന വിധത്തിൽ ആലോചിക്കാമെന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വെച്ചു. ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സത്യാമ്മയെ നോക്കി രാഘവൻ നായർ കാര്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് ശാലിനി രേഷ്മയെ കാണുവാനായി പുറത്ത് അധികം ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടി എത്തിച്ചേർന്നത്. അവിടെ രേഷ്മ തന്റെ കൂടെ ജോലി ചെയ്യുന്നവരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ മുന്നിൽ സങ്കടത്തോടെ ശാലിനി നിന്നുകൊണ്ട് പറഞ്ഞു, രേഷ്മയെ ഇവിടേക്ക് വിളിപ്പിച്ചത് അത് രേഷ്മയ്ക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോ, എന്ത് ബുദ്ധിമുട്ടാ ശാലിനി, ശാലിനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറല്ലേ എന്നതായിരുന്നു രേഷ്മയുടെ മറുപടി. അല്ല, ഇന്ന് നേരത്തെ കടയടയ്ക്കേണ്ടി വന്നോ എന്ന് ചോദിച്ചപ്പോ, കടയടയ്ക്കേണ്ടി വന്നൊന്നുമല്ല, ഞാനേ സത്യത്തിൽ നേരത്തെ ആയിപ്പോ കടയടയ്ക്കുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, കട നേരത്തെ അടച്ചാൽ മാത്രമേ ഉള്ളൂ ശരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയൂ. നേരത്തെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാവല്ലോ, വിഷ്ണുവിന്റെ ചിതാഭസ്മത്തിന് മുന്നിൽ ഒരു തിരി തെളിയിക്കണം, അതെന്റെ കടമയാ. ആ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നത് വരെയുള്ള എന്റെ കടമ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, സത്യത്തിൽ രേഷ്മയും എന്റെ വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് ഇത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിഞ്ഞത് എന്ന് പോലും ഞാൻ പല ആവർത്തി ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് ഫ്രണ്ട്ഷിപ്പ് എന്നതിനേക്കാളേറെ സാഹോദര്യ ബന്ധമാണ് രേഷ്മ അതിന് മൂല്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ വിഷ്ണുവേട്ടന്റെ അവസാന നിമിഷങ്ങളിലും നാളുകളിലും ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ രേഷ്മയ്ക്ക് സാധിച്ചത് എന്ന് സങ്കടത്തോടെ ശാലിനി പറയുമ്പോൾ അതെല്ലാം കേട്ടു നിൽക്കുന്ന രേഷ്മ പറഞ്ഞു, ശാലിനി, അത് എനിക്ക് വിഷ്ണുവിനോടുള്ള എൻ്റെ ആത്മാർത്ഥത തന്നെയാണ്. സത്യത്തിൽ ശാലിനിയോടും കുഞ്ഞുങ്ങളോടുമുള്ള വിഷ്ണുവിന്റെ സ്നേഹം, ശാലിനി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ശാലിനിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള അവന്റെ ആശങ്കയും സങ്കടവും ശാലിനിയോടുള്ള അവന്റെ സ്നേഹവും ഒക്കെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ അവന്റെ കൂടെ നിന്നു പോയതാണ്. അവനെ അത്രത്തോളം അവസാനം അവൻ എന്നെയും അതേ രീതിയിൽ തന്നെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് എന്നെ അത്ര കരുതലോടെ തന്നെയാണ് അവനും എന്നെ കണ്ടത് എന്ന് രേഷ്മ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, രേഷ്മ, ഞാനിപ്പോ വിളിപ്പിച്ചത് ഇതൊന്നും പറയാനല്ല, സത്യത്തിൽ വേറൊരു കാര്യം ചോദിക്കാനാണ്. വിഷ്ണുവേട്ടന്റെ ഓർഗൻസ് അന്ന് പലർക്കും ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ആൾക്കാരെ കണ്ടെത്താൻ രശ്മിക്ക് സാധിച്ചോ? അതിൽ വിഷ്ണുവേട്ടന്റെ ഹാർട്ട് സ്വീകരിച്ച ആളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും രേഷ്മ ആകെ നിരാശയോടെ തലകുനിക്കുന്നത് കണ്ട് ശാലിനി ചോദിച്ചു, എന്താ രേഷ്മ, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായോ അതിന് എന്ന് ചോദിച്ചപ്പോ രേഷ്മ പറഞ്ഞു, ശാലിനി, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, മധുര ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ വളരെ സീക്രട്ടായി നടത്തുന്ന കാര്യങ്ങളായതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് മറ്റാരോടും ഷെയർ ചെയ്യാറില്ല. ഞാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ശാലിനിയോട് അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ട് രേഷ്മ മനസ്സിൽ ചിന്തിച്ചു, ശാലിനി, സത്യത്തിൽ വിഷ്ണുവിന്റെ ഹാർട്ട് സ്വീകരിച്ച ആള് ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്, എല്ലാ സമയത്തും നിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് ശാലിനിയോട് മനസ്സിൽ മറുപടി നൽകിക്കൊണ്ട് രേഷ്മ അങ്ങനെ നിൽക്കുമ്പോഴേക്കും രേഷ്മയോട് ശാലിനി പറഞ്ഞു, എനിക്ക് മറ്റൊരു ആവശ്യം കൂടി രേഷ്മയോട് പറയാനുണ്ട്. വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് ഏതെങ്കിലും പുണ്യനദിയിൽ കൊണ്ടുപോയി അത് നിമജ്ജനം ചെയ്തേ തീരൂ, ഇനിയും അത് വൈകിക്കൂടാ. അമ്മയോട് ചോദിച്ചപ്പോ അടുത്ത ദിവസം തന്നെയാണ് വിഷ്ണുവേട്ടൻ മരണപ്പെട്ട നാള് വരുന്നത്. അങ്ങനെ വരുമ്പോ ആ ദിവസം തന്നെ ചെയ്താൽ ആ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ശക്തിയും ഫലവും ഇരട്ടി ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ആ ചടങ്ങ് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ശാലിനി രേഷ്മയോട് അറിയിച്ചു. അപ്പോഴേക്കും രേഷ്മ പറഞ്ഞു, രേഷ്മ, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് 1-2 ദിവസമായി. ശാലിനി, വിഷ്ണുവിന്റെ പല സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. വിഷ്ണുവിന്റെ സാധനങ്ങൾ അത് ശാലിനിയെ ഏൽപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. കുറെ ദിവസമായി ഞാനത് കൊണ്ടു നടക്കുന്നു.
അതിപ്പോ തന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എന്താ രേഷ്മേ, എന്റെ വിഷ്ണുവേട്ടന്റെ സാധനങ്ങളല്ലേ, അതെപ്പോ എവിടെ വെച്ച് തന്നാലും അതെന്റെ വിഷ്ണുവേട്ടൻ്റെതല്ലേ, അതിലെനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്ന് തന്നോളൂ എന്ന് ശാലിനി അറിയിക്കുമ്പോ ഉടനെ വിഷ്ണു അന്ന് അവസാനം ധരിച്ച ആ ഷർട്ടും മുണ്ടും വിഷ്ണുവിന്റെ വളയും മറ്റ് മാലയും ഒക്കെ ആയിട്ടുള്ള വിഷ്ണുവിന്റെ സ്വന്തം സാധനങ്ങളെല്ലാമായിരുന്നു അന്ന് ആ കവറിലാക്കി ശാലിനി ഏൽപ്പിച്ചത്. ശാലിനി അതെല്ലാം ഏറ്റുവാങ്ങി കണ്ണീരോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശാലിനി സങ്കടത്തോടെ മനസ്സിൽ ചിന്തിച്ചു, വിഷ്ണുവേട്ട, ഇതൊക്കെയാണോ എനിക്കായി വിഷ്ണുവേട്ടൻ കരുതി വെച്ചിരുന്നത് എന്ന് സങ്കടത്തോടെ ആലോചിച്ചുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ രേഷ്മ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, രേഷ്മ, ഞാൻ ചോദിച്ച കാര്യത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രേഷ്മ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ശാലിനി, കൂൾ ഡൗൺ. എന്തായാലും ശാലിനിയുടെ ആഗ്രഹം അത് ഞാൻ ഏത് വിധേനയും നടപ്പിലാക്കാൻ ശ്രമിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ശാലിനിയോടുള്ള സ്നേഹവും ശാലിനിയുടെ സ്നേഹവും അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, എനിക്ക് ഓർമ്മിക്കാനായിട്ട് വിഷ്ണുവേട്ടൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ഇതെല്ലാം. അങ്ങനെ ഓർത്തു വെക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എത്രയോ നല്ല നിമിഷങ്ങൾ വേറെയുണ്ട്. ഞാൻ മരിച്ചു പോയാൽ പോലും തീരാത്തത്ര ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചിട്ടാണ് വിഷ്ണുവേട്ടൻ പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെട്ടു. അപ്പോഴാണ് രേഷ്മ പറഞ്ഞത്, ശാലിനി, എന്തായാലും ശാലിനി എടുത്ത തീരുമാനം ഉചിതമായത് തന്നെയാണ്. അടുത്ത ദിവസം ആ ചടങ്ങ് നടത്താമെന്നല്ലേ ശാലിനി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കർമ്മം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ശാലിനി തന്നെ ചെയ്യുകയും വേണം. വിഷ്ണുവിനെ മനസ്സ് നിറഞ്ഞു തന്നെ യാത്ര അയക്കണം. യാതൊരു സങ്കടവും കാണിക്കാതെ വിഷ്ണുവിനെ സന്തോഷപൂർവ്വം മറ്റൊരു ലോകത്തേക്ക് പോകാൻ വിഷ്ണുവിന്റെ ആത്മാവിന് അതിന് സാധിക്കുന്നതിന് വേണ്ടി സന്തോഷപൂർവ്വം തന്നെ വേണം ശാലിനി ആ ചടങ്ങ് ചെയ്യാനായിട്ട് എന്ന് ശാലിനിയോട് രേഷ്മ അറിയിച്ചു. അതിനുശേഷം മഹേന്ദ്രൻ നേരെ പ്രകാശിനെ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന ഗോഡൌണിലേക്ക് എത്തുന്നു. അവിടെ കാവൽ നിൽക്കുന്ന ക്ലീറ്റസിനോടും സംഘത്തോടും, ഇവന് ബോധമുണ്ടോ, ഇവൻ മരിച്ചോ എന്നൊക്കെ മഹേന്ദ്രൻ ചോദിച്ചപ്പോ, ജീവനുണ്ട് സാറേ എന്ന് അവർ മറുപടി നൽകി. എന്നാ അതൊന്ന് കാണിച്ചു എന്ന് പറഞ്ഞതും അവന്റെ മുഖത്തേക്ക് അവർ വെള്ളം കോരി ഒഴിച്ചു. പെട്ടെന്ന് പ്രകാശം കണ്ണു തുറന്നതോടെ മഹേന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ കൊച്ചിനെ നീ ഇങ്ങനെ കിടന്നിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? സത്യത്തിൽ നിന്നോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമൊന്നും അല്ല, മറിച്ച് ഞാൻ ഓർത്തു ഇതിനോടകം നിന്റെ ജീവൻ പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോഴേക്കും ക്ലീറ്റസും സ്വാമിയും പറഞ്ഞു, അങ്ങനെ അങ്ങ് പോവില്ലല്ലോ, കാരണം ഒരു ഡോക്ടർ അല്ലേ, ഇനി എത്രയോ ജീവനുകൾ രക്ഷിച്ചുകൊണ്ട് വരാനുള്ളതാ, എത്രയോ പേരുടെ ജീവൻ തിരിച്ചു നേടിക്കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് ഡോക്ടറുടെ ജീവൻ എടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉടനെ മഹേന്ദ്രൻ അരികിലേക്ക് ചെന്ന് പ്രകാശിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഈ ജീവൻ അങ്ങ് എടുക്കണ്ട അല്ലെ, നമുക്കൊരു കാര്യം ചെയ്യാം. പ്രകാശിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, മറിച്ച് ഒരു കാര്യം നമുക്ക് ചെയ്യാം. എടാ കൊച്ചനെ, നിനക്ക് ഞാനൊരു ഓഫർ തരിക, നിനക്ക് ഞാനൊരു ഒരു തുക അങ്ങ് തരും. ആ തുക വാങ്ങിച്ച് നീ ഇവിടെ നിന്ന് ഈ ലോകത്ത് എവിടെ വരെ പോകാവോ, ആ തുക എവിടെ വരെ പോകാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് ഇവിടെ നിന്ന് നീ പോകണം. ഒരു കാരണവശാലും നീ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്റെ മകൾക്ക് നീ ഒരു രീതിയിലും ചേരുന്ന ഒരാളല്ല. എന്റെ മകളുമായിട്ട് നീ ഒരു രീതിയിലും ചേർന്ന് പോവില്ല. അങ്ങനെ ഒരു ഭാവിയല്ല ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതും കരുതി വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് മക്കളുടെ ഭാവിക്ക് വേണ്ടി ഒരച്ഛന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എത്രയും വേഗം തന്നെ നീ ഈ പണം വാങ്ങി ഈ കേരളം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവാം. ഇനി ഇതിനേക്കാൾ വലിയ ജോലി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ നിനക്ക് നേടിത്തരാം. ഇനി അതല്ല, നിനക്ക് ഇതിൽ കൂടുതൽ പഠിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിനും ഞാൻ നിനക്ക് സഹായങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എന്റെ മോളുടെ ജീവിതത്തിൽ നീ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് പ്രകാശിനോട് ആ പണം വാങ്ങിക്കാനായിട്ട് പറയുമ്പോൾ പ്രകാശിന്റെ മടിയിലേക്ക് സ്വാമി ആ പണം എടുത്തു വെച്ചിട്ട്, എന്നാ അങ്ങനെ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിച്ചതും പ്രകാശ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്നത്. എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ ബുള്ളറ്റ് നിർത്തി ശിവൻ പുറത്തേക്ക് ഇറങ്ങി. ശിവൻ അരികിലേക്ക് ചെന്നതും മഹേന്ദ്രൻ പറഞ്ഞു, ഓ അത് ശരി, അപ്പോ നീ ഇവിടെയും എത്തിയല്ലേ എന്ന് ചോദിച്ചപ്പോ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അച്ഛൻ എന്തിനാ എത്ര ക്രൂരനാവുന്നത്? മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച്, മക്കളുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാനല്ലേ അച്ഛൻ ശ്രമിക്കേണ്ടത്. എന്റെ അച്ഛൻ ഒരു നല്ല അച്ഛനാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു, അതേടാ മക്കളെ, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് ഒരു അച്ഛന്റെ കടമ. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്റെ മക്കളുടെ ജീവിതം താറുമാറാക്കാൻ ശ്രമിക്കുന്നവരെ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന് മഹേന്ദ്രൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടതും ശിവൻ പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോ ശ്രമിക്കുന്നത് എന്റെ അച്ഛൻ സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛനാണെന്ന് എന്റെ പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അച്ഛൻ അവളുടെ മുന്നിൽ തോൽക്കാതിരിക്കാനുമായിട്ടാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പ്രകാശിനെ കൊണ്ടുപോവുക. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം പ്രകാശിനോടൊപ്പം അവൾക്ക് നേടിക്കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ ഇവിടെ വന്ന് ഈ അച്ഛനോടാണോ വെല്ലുവിളി ഉയർത്തുന്നത്? അപ്പോഴേക്കും മഹേന്ദ്രൻ ദേഷ്യത്തോടെ ശിവനോട് ചോദിച്ചതും ശിവൻ പറഞ്ഞു, അച്ഛനെ തോൽപ്പിക്കാനായിട്ടല്ല ഞാൻ വന്നത്, മറിച്ച് അച്ഛൻ അറിയാവല്ലോ,
കുഞ്ഞുനാൾ മുതൽ എൻ്റെ ചന്ദ്രയ്ക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് അച്ഛനേക്കാൾ മുന്നേ നേടിക്കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ പെങ്ങളുടെ ആഗ്രഹവും അവൾ ആഗ്രഹിക്കുന്നതും പ്രകാശിനോടൊപ്പമുള്ള ശാന്തമായുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ പ്രകാശിനെ കൊണ്ടുപോവാ, ഇനി അച്ഛനല്ല ആരെതിരെ നിന്നാലും എന്ന് പറഞ്ഞപ്പോ പ്രകാശിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി പ്രകാശിന്റെ കയ്യിലെ ആ കെട്ടെല്ലാം അഴിക്കാൻ ശ്രമിക്കുന്ന ശിവനെ തള്ളി മാറ്റിക്കൊണ്ട് ക്ലീറ്റസ് മുന്നിലേക്ക് വന്നു. ശിവൻ സാറേ, അങ്ങനെ അങ്ങ് ശിവൻ സാർ വലിയ ആളാകാൻ നോക്കാതെ. ഇവിടെ ശിവൻ സാറ് ഇവനെ അങ്ങ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മഹേന്ദ്രൻ സാർ ഇവിടെ തോറ്റു പോവുകയല്ലേ ചെയ്യുക. അതങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാ അതാ പിടിച്ചോടാ നീ എന്ന് പറഞ്ഞ് മഹേന്ദ്രന്റെ ഗുണ്ടകളോടെല്ലാം ഏറ്റുമുട്ടുകയാണ് ശിവൻ. ഉടനെ മഹേന്ദ്രന്റെ മുന്നിൽ വെച്ച് ആ ഗുണ്ടകളെല്ലാം തന്റെ മകനെ ആക്രമിക്കുന്നത് കണ്ട് അവരെ വേണ്ട രീതിയിൽ ശിവൻ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോ മഹേന്ദ്രൻ ഒടുവിൽ ക്ലീറ്റസിനോടും മറ്റ് ഗുണ്ടകളോടുമായിട്ട് പറഞ്ഞു, മതി, വേണ്ട, നിർത്തിക്കോ. അവൻ അവൻ ചെയ്യാൻ പോകുന്നത്, അവൻ ആഗ്രഹിച്ചത് അത് തന്നെ നടക്കട്ടെ. ക്ലീറ്റസ് അവിടെ ഇരുന്ന വടിവാളെടുത്ത് ശിവന്റെ നേരെ ആ ആയുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും മഹേന്ദ്രൻ ക്ലീറ്റസിന്റെ കൈതെടുത്തു. വേണ്ട, അവന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷെ ഈ അച്ഛന്റെ കടമ എന്താണെന്ന് അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈ മഹേന്ദ്രന്റെ വിജയം അത് ഞാൻ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കൂ എന്ന് പറയുമ്പോ ഇത് കേട്ടതും ശിവൻ പറഞ്ഞു, അച്ഛാ വേണ്ട, വെറുതെ എന്നോട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട. ഇപ്പോ ഞാൻ ഇവനെ രക്ഷിക്കാനാണ് ഇവിടെ വന്നത്. ഇവന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇനി അങ്ങോട്ടും ഇവന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കണം. എന്തായാലും സ്വാമി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ പ്രകാശിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അവന് ഒരു പോറലെങ്കിലും ഏറ്റാൽ, പിന്നെ അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരിക സ്വാമിയായിരിക്കും. കൂട്ടത്തിൽ എന്റെ അച്ഛനുണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. സ്വാമിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോ ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരിക സ്വാമിയായിരിക്കും, ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ശിവൻ പ്രകാശനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ മഹേന്ദ്രൻ പകയോടെ ശിവനെ നോക്കുകയാണ്. അതിനുശേഷം ശാലിനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ശാലിനിയുടെ കയ്യിലിരിക്കുന്ന വിഷ്ണുവിന്റെ സാധനങ്ങളെല്ലാം മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഒതുക്കി പിടിച്ചുകൊണ്ട് വേഗം മുറിയിലേക്ക് കയറി പോകാൻ ശ്രമിച്ച നേരത്താണ് അവിടെ നിന്ന് രാഘവൻ നായർ ശാലിനിയെ പിന്നിൽ നിന്ന് വിളിച്ചത്. മോളെ എന്നുള്ള ആ വിളി കേട്ടപ്പോ തന്റെ കയ്യിലിരിക്കുന്ന കവർ ഒരു കാരണവശാലും അച്ഛൻ കാണല്ലേ എന്ന ആഗ്രഹത്തിൽ ശാലിനി വേഗം രാഘവൻ നായരുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് അവിടുത്തെ ടേബിളിലേക്ക് പതിയെടുത്തു വെച്ചു. അപ്പോഴേക്കും ആ കവറ് നിലത്തേക്ക് വീഴുകയും കവറിൽ നിന്ന് വിഷ്ണുവിന്റെ ഇടിവള പതിയെ ഊർന്ന് രാഘവൻ നായരുടെ കാൽച്ചുവട്ടിൽ ചെന്ന് വീണു. രാഘവൻ നായർ അപ്പോഴേക്കും ഇതെന്താണെന്ന് അറിയാനായി പതിയെ നിലത്തിരുന്ന് ആ വള കയ്യിലെടുത്ത് നോക്കിയപ്പോ, ഇതെന്റെ വിഷ്ണുവിന്റെ ഇരുവളയല്ലേ, ഇതെപ്പോ അവന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി എന്ന് സംശയത്തോടെ തന്റെ മകന്റെ ഇരുവളയും കയ്യിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന രാഘവൻ നായരെ കണ്ട് വേദനയോടെ ശാലിനി അരികിലേക്ക് ചെല്ലുന്നു.